ഈശോ ബെത്സദായിൽ പ്രസംഗിക്കുന്നു. ഈശോ ഫിലിപ്പിൻ്റെ വീട്ടിൽ വെച്ചാണ് പ്രസംഗിക്കുന്നത്. അനേകം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട്. പൊക്കമുള്ള 2 പടികൾക്ക് മുകളിലുള്ള തിണ്ണയിൽ നിന്നാണ് പ്രസംഗം. എണ്ണ തുണിയിൽ വീണാൽ പടരുന്നത് പോലെയാണ് പത്രോസിൻ്റെ ദത്തുപുത്രൻ്റെ വിവരം നാട്ടിൽ പരന്നത്. 3 ആടുകളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതൊരു ചെറു സമ്പാദ്യമല്ലേ? ഒരു വലിയ സ്വത്തന്വേഷിച്ചാണ് അവൻ വന്നിട്ടുള്ളത്. കുടുംബസ്വത്ത് മുഴുവനും. എല്ലാവരുടെയും സംസാര വിഷയം അതാണ്. ഓരോരുത്തരുടെയും മനോഭാവം അനുസരിച്ച് പല പല അഭിപ്രായങ്ങളാണ് എല്ലായിടത്തും. കുശുകുശുപ്പ്. സൈമണിൻ്റെയും പൊർഫീറിയായുടെയും സ്നേഹിതർക്ക് ആത്മാർത്ഥമായ സന്തോഷം. ദുർമനസ്സുള്ളവർ പറയുന്നത് ആ കുട്ടിയെ അവൾ സ്വീകരിക്കാനായി ബാലൻ്റെ പേർക്ക് പിതൃധനം കൊടുക്കേണ്ടി വന്നു എന്നാണ്. നല്ല ആളുകൾ പറയുന്നു, ഈശോ സ്നേഹിക്കുന്ന ഈ ബാലനെ നമുക്കും സ്നേഹിക്കാം. വിരോധമുള്ളവർ പറയുന്നു, സൈമണിൻ്റെ ഔദാര്യം, ജീവനുള്ള കാലത്തോളം അവനത് ചെയ്യുകയുമില്ല. അവൻ ഈ ഇടപാടിൽ കുറേ ലാഭമുണ്ടാക്കി കാണും. അല്ലാത്ത പക്ഷം. അത്യാഗ്രഹികളായ ചിലർ പറയുന്നു, ഏതാനും ആടുകളെയും തന്നുകൊണ്ട് കുട്ടിയെ വളർത്താൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനും അത് ചെയ്യും. 3 ആടുകൾ, മനസ്സിലായോ? ഒരു ചെറിയ ആട്ടിൻകൂട്ടം, അവയെ കാണാൻ എത്ര ഭംഗി! പാലും രോമവും ഉറപ്പായി. പിന്നീട് അവയ്ക്ക് കുട്ടികളാവുമ്പോൾ അവയെ വിൽക്കാം, വളർത്താം. ഒരു സമ്പത്ത് തന്നെ. ബാലൻ അവയെ അന്വേഷിച്ച് പണിയെടുക്കുകയും ചെയ്യും. മറ്റു ചിലർ ഇവയെല്ലാം ഗണ്ണിച്ചു പറയുന്നു, ഓ എന്തൊരു കഷ്ടം! ഒരു സൽപ്രവൃത്തി ചെയ്യുന്നതിന് പ്രതിഫലം അന്വേഷിക്കുകയോ? സൈമൺ തീർച്ചയായും ഇങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. സാധാരണക്കാരെ പോലെ ഉപജീവനം കഴിക്കാൻ മാത്രം വകയുള്ള ഒരു മീൻപിടുത്തക്കാരനായി നമുക്കെപ്പോഴും അയാൾ പരിചിതനാണ്. എല്ലാവരോടും, പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികളോട് അയാൾ ഔദാര്യം കാട്ടുന്നവനുമാണ്. ഇപ്പോൾ അയാൾ കുടുംബത്തിനു വേണ്ടി ഒന്നും സമ്പാദിക്കാത്ത സ്ഥിതിക്ക് വളരുന്ന കുടുംബത്തിനായി എന്തെങ്കിലും വരുമാന മാർഗം വേണ്ടതാണ്. ഇങ്ങനെ എല്ലാവരും അവരവരുടെ മനസ്സിലുള്ള നന്മയോ തിന്മയോ അനുസരിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ കഫർനാമിലെ ഒരു മനുഷ്യനെ ശ്രവിക്കുകയും അയാളോട് സംസാരിക്കുകയുമാണ്. അയാൾ വന്ന് ഈശോയെ അവിടുത്തെ സിനഗോഗ് തലവൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. കാരണം അയാളുടെ മകൾ മരിക്കാറായി. ഈശോ കഴിയുന്നതും വേഗം അവിടെ എത്തണം. കൂടാതെ മാന്യായ ഒരു സ്ത്രീ അവളുടെ തോഴിയുമൊത്ത് പല ദിവസങ്ങളായി ഈശോയെ അന്വേഷിച്ച് ഈ വീട്ടിൽ എത്തുന്നുണ്ട്. ഈശോ പിറ്റേ ദിവസം രാവിലെ അങ്ങ് എത്താമെന്ന് വാക്കുകൊടുക്കുന്നു. ഈ തീരുമാനം ബെത്സൈദായിലെ ജനങ്ങളെ ദുഃഖിപ്പിക്കുന്നു. കാരണം ഏതാനും ദിവസങ്ങൾ കൂടെ അവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹം. നിങ്ങളെക്കാൾ കൂടുതലായി എന്നെ ആവശ്യമുള്ള മറ്റാളുകളുമുണ്ട്. അതിനാൽ ഞാൻ പോകട്ടെ. എങ്ങനെയായാലും വേനൽക്കാലത്ത് ഞാൻ ഗലീലിയായിൽ ഉണ്ടായിരിക്കും. അപ്പോൾ പല പ്രാവശ്യം കഫർനാമിലേക്ക് വരും. അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഒരു മാതാവും പിതാവും വലിയ വേദന അനുഭവിക്കുന്നു. അവരെ സഹായിക്കുന്നതും സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണല്ലോ. അനാഥബാലനോട് സൈമണുള്ള ദയ നിങ്ങൾക്കറിയാം. നിങ്ങളത് അംഗീകരിക്കുന്നു. കുറഞ്ഞ പക്ഷം നിങ്ങളുടെ ഇടയിലെ നല്ലവരെല്ലാം അത് അംഗീകരിക്കുന്നുമുണ്ട്. നല്ല ആളുകളുടെ അഭിപ്രായങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ. നല്ലവരല്ലാത്തവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കരുത്. കാരണം അവരുടെ അഭിപ്രായങ്ങളിൽ വിഷയത്തിൻ്റെയും അസത്യത്തിൻ്റെയും കലർപ്പുണ്ടായിരിക്കും. അപ്പോൾ നല്ലവരായതിനാൽ ദുഃഖിതരായ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പോകുന്നതിൽ ഞാൻ ചെയ്യുന്ന നന്മയെ നിങ്ങൾ അംഗീകരിക്കണം. ഇങ്ങനെ അംഗീകരിക്കുന്നത് നിഷ്ഫലമാകാൻ അനുവദിക്കരുത്. എന്നെ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ അംഗീകാരം ഫലദായകമാക്കൂ. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകൾ നമ്മോട് പറയുന്നത് ഒരു സൽപ്രവൃത്തിയിൽ നിന്ന് എത്രയധികം നന്മ വരാൻ കഴിയും എന്നാണ്. തോബിത്തിൻ്റെ കാര്യം ഒന്ന് ഓർത്തു നോക്കാം. അയാളുടെ പുത്രൻ തോബിയാസിനെ ഒരു ദൈവദൂതൻ സംരക്ഷിക്കത്തക്ക വിധം, അപ്പൻ്റെ അന്ധത എങ്ങനെ നീക്കാമെന്ന് പഠിപ്പിക്കത്തക്ക വിധം യോഗ്യത അയാൾക്കുണ്ടായി. എന്നാൽ ലാഭേച്ഛ കൂടാതെ എത്രയധികം നന്മ പ്രവൃത്തികളാണ് അയാൾ ചെയ്തത്. അയാളുടെ ഭാര്യയുടെ ശകാരങ്ങളോ സ്വന്തം ജീവന് തന്നെ ഉണ്ടാകാൻ പാടുണ്ടായിരുന്ന അപകടങ്ങളോ അയാൾ വകവെച്ചില്ല. മുഖ്യദൂതൻ്റെ വാക്കുകൾ ഓർമ്മിക്കൂ. പ്രാർത്ഥനയും ഉപവാസവും സൽപ്രവൃത്തികളാണ്. എന്നാൽ സാധുക്കൾക്ക് സഹായം ചെയ്യുന്നതും സ്വർണ്ണക്കട്ടികളുടെ കൂമ്പാരങ്ങളായ പർവ്വതങ്ങളെക്കാൾ വിലപ്പെട്ടതാവണം. കാരണം ദാനധർമ്മം മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു, എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നു.
കാരുണ്യവും നിത്യജീവനും ലഭിക്കാൻ ആളുകളുടെ ഇടയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും മരിച്ചവരെ അടക്കുകയും ചെയ്തിരുന്നപ്പോൾ നിന്റെ പ്രാർത്ഥനകൾ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിച്ചു. ഞാൻ ഗൗരവമായി പറയുന്നു, വൃദ്ധനായ തോബിത്തിനേക്കാൾ ഏറെ നന്മയുള്ളവനായി തീരും എൻ്റെ സൈമൺ. ഇപ്പോൾ ഒരാത്മാവിൻ്റെ പിതാവായി അവൻ ആരംഭിക്കുന്നതേയുള്ളൂ. നാളെ അവൻ എന്നോട് വിശ്വസ്തതയുള്ള എല്ലാവരുടെയും പരിശുദ്ധനായ പിതാവായി തീരും. അതിനാൽ പരാതി പറയരുത്. എന്നാൽ കൂട്ടിൽ നിന്നും വീണ പക്ഷിയെപ്പോലെ അനാഥനായ ഒരു ബാലനെ കണ്ടുമുട്ടാനിടയായാൽ അവനെ എടുത്തു വളർത്തുക. അനാഥനായ ഒരുവന് കൊടുക്കുന്ന ഒരു വായ്ച്ചോറ് നിമിത്തം യഥാർത്ഥ മക്കളുടെ മേശ കാലിയാക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് ആ ഭവനത്തിന്മേൽ ദൈവാനുഗ്രഹം ധാരാളമായി ഉണ്ടാകും. ഇത് നിങ്ങൾ ചെയ്യണം, കാരണം അനാഥരുടെ പിതാവ് ദൈവമാണ്. ദൈവം തന്നെയാണ് അവരെ നിങ്ങൾക്ക് നൽകുന്നത്. മരണം മൂലം അവർക്ക് നഷ്ടപ്പെട്ട കൂട്ട് നിങ്ങൾ അവർക്ക് നൽകാനായിട്ടാണത്. ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പനയും അത് അനുശാസിക്കുന്നതിനാൽ നിങ്ങളത് ചെയ്യണം. മോശയാണ് നമുക്ക് നിയമം തന്നിരിക്കുന്നത്. നിസ്സഹായനായ ഒരു ശിശുവായി വിരോധികളായ വിഗ്രഹ ആരാധകരുടെ നാട്ടിൽ കാരുണ്യമുള്ള ഒരു ഹൃദയം അവനെ കണ്ടു. അവനെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ മുട്ടുകുത്തി നദിയിൽ നിന്നും പീഡകരിൽ നിന്നും അവനെ രക്ഷിച്ചു. കാരണം ഒരു ദിവസം ഇസ്രയേലിൻ്റെ വിമോചകനായി അവൻ തീരണമെന്ന് ദൈവം നിശ്ചയിച്ചു. അങ്ങനെ നന്മയുടെ ഒരു പ്രവൃത്തി ഇസ്രയേലിനെ അതിൻ്റെ നായകനെ നേടിക്കൊടുത്തു. ഒരു നന്മ പ്രവൃത്തിയുടെ അനന്തരഫലങ്ങൾ ശബ്ദ തരംഗങ്ങൾ പോലെയാണ്. ഉറവിടത്തിൽ നിന്ന് വളരെ ദൂരം അത് പരക്കുന്നു. അഥവാ സൽപ്രവൃത്തികൾ കാറ്റ് വീശുന്നത് പോലെയാണ്. നല്ല വിളഭൂമിയിൽ നിന്ന് നല്ല വിത്തുകൾ അത് പറപ്പിച്ച് പല സ്ഥലങ്ങളിലും എത്തിക്കുന്നു. ഇനി നിങ്ങൾക്ക് പോകാം, സമാധാനം നിങ്ങളോട് കൂടെ. ഈശോ എന്നോട് പറയുന്നു, ജെയിംസിൻ്റെ പുത്രിയുടെ ഉയിർപ്പ്. 1944 മാർച്ച് 11 ലഭിച്ച ദർശനം ഇവിടെ ചേർക്കുക.